ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ മേധാവിയായിട്ട് യഹിയ സിൻവാറിനെ ഹമാസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ യഹിയ സിൻവാർ മുൻപേ തന്നെ ഗാസയുടെ ഹമാസ് മേധാവിയായിരുന്നു. ഇത് പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയകാര്യ മേധാവിയായിട്ട്, അതായത് ഇസ്മായിൽ ഹനിയക്ക് പകരമുള്ള മേധാവിയായിട്ട് അവർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹമാസിൻ്റെ ആവശ്യവും ലക്ഷ്യവുമൊക്കെ എന്താണെന്ന്, അതൊരു ഫ്രീ പാലസ്തീൻ മാത്രമാണോ, അത് ആ ഒരു ലക്ഷ്യമുണ്ടോ അവർക്ക്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് ഹമാസിൻ്റെ ലക്ഷ്യം ഈ യുദ്ധത്തിലൂടെ എന്നുള്ളത് കൂടിയും പല ആളുകൾക്കും ഇതൊരു ഫ്രീ പാലസ്തീൻ എന്ന ലക്ഷ്യമാണെന്ന് കരുതുന്നുണ്ട്. ആ ഒരു വിഷയത്തെ കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ആദ്യം തന്നെ കേരളത്തിൽ ഈ യഹിയ സിൻവാർ മേധാവിയായതിലുള്ള ആഘോഷങ്ങളിലൂടെ ഒന്ന് മുന്നോട്ട് പോവാം. സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ആഘോഷം പങ്കുവെക്കുന്നുണ്ട്. ആദ്യത്തെ കമൻ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യഹിയ സിൻവാർ കൺഗ്രാജുലേഷൻ, വലിയ അഭിനന്ദനങ്ങളാ. അല്ല, ഇവനൊക്കെ ഇവൻ്റെ നാട്ടിലെ ഏതെങ്കിലും ക്ലബിൻ്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിനാണോ ഇത്രയും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നത്? അല്ലെങ്കിൽ ഇവൻ അറിയുന്ന ഏതെങ്കിലും ഒരാൾ നമ്മുടെ ജില്ലാ കലക്ടറായിട്ടോ വന്നിട്ടാണ് ഇതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്? ഇതിനൊക്കെ 65 ലൈക്ക് ഉണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഒരുപാട് കമൻറ്റുകൾ ഇത്തരത്തിലുണ്ട്, വലിയ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട്. ഒരു ഭീകര സംഘടനയുടെ മേധാവിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനൊക്കെ അഭിനന്ദനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു. മറ്റൊരു കമൻ്റാണ്, മരിക്കുമെന്നറിഞ്ഞിട്ടും അധികാരം ഏറ്റെടുത്തെങ്കിൽ തീ ചിഹ്നമൊക്കെ 175 കമൻ്റ് ലൈക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വലിയ ആവേശം കൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഏതായാലും യുദ്ധം തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഒരു കാര്യം ഇവരൊക്കെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്: ലോകത്ത് ഭീകരവാദത്തിനോ അതിൻ്റെ മേധാവികൾക്കൊന്നും പിടിച്ചു നിൽക്കാനാവില്ല, അവർ കൊല്ലപ്പെടുമെന്നൊക്കെ ഇവർ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ ഇത്തരം കമൻറ്റുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കമൻ്റാണ്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യുക്തമായ ബുദ്ധിപൂർവമായ തീരുമാനം, ഇത് ഇസ്രായേലിനൊരു മുഖത്തടി കൂടിയാണ്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിലെന്ന് പറഞ്ഞതുപോലെയായി ഹനിയയേക്കാൾ ഇസ്രായേലിനോട് തീരെ സഹകരിക്കാത്ത മുഖമാണ് യഹിയ സിൻവാർ. ഹമാസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന്. അതായത് ഇവർക്ക് തന്നെ അറിയാം, ഈ യഹിയ സിൻവാർ പേടിച്ച് മാളത്തിലായിരുന്നു ഇത്രയും കാലമെന്ന്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവസാന ഭാഗത്ത് ഈ ഒരു യുദ്ധം തീരരുതേ എന്ന് തന്നെയാ നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള യുദ്ധം നടക്കട്ടെ എന്നുള്ള ആവേശത്തിലാ ഇവരൊക്കെ തന്നെ നിലകൊള്ളുന്നത്. മറ്റൊരു കമൻ്റാണ്, മൂർഖനെ കൊന്നപ്പോൾ രാജവെമ്പാലയാണ് വരുന്നത്, ഇതൊരു തന്ത്രമായിരിക്കും, ഇസ്രായേലിൻ്റെ കിറുക്ക് ഒന്നുകൂടെ കൂടും. ഫ്രീ പാലസ്തീൻ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അവസാനമായിട്ട് ചർച്ച ചെയ്യാം. ഈ മൂർഖൻ, അതായത് നിങ്ങൾ തന്നെ കേട്ടില്ല, അതായത് ഈ ഇസ്മായിൽ ഹനിയ മൂർഖനായത്, ഇനി വരുന്ന യഹിയ സിൻവാർ രാജവെമ്പാല. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഈ എഡിറ്റിങ്ങളൊക്കെ വിഷങ്ങൾ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം. മറ്റൊരു കമൻ്റാണ്, ഞാനൊന്ന് വായിക്കാം. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സംഘികൾക്കും കൃസംഗികൾക്കും മരണത്തോടെ അനശ്വര ജീവിതം തുടങ്ങുന്നു എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന വിശ്വാസിയുടെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഔച്ചിനക്കം ഇട്ടിട്ട് ഏത് സമയവും സിൻവാർ കൊല്ലപ്പെടുമെന്ന് മറ്റാരേക്കാളും അദ്ദേഹത്തിന് നന്നായി അറിയാം. വീണ്ടും ലവ് ചിഹ്നങ്ങൾ. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്ന ഒരു സംഘം രാജ്യസ്നേഹികളുടെ മനുഷ്യരുടെ കൂട്ടമാണ് ഹമാസ്. എന്തൊരു കോമഡിയാ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ ലൈക്ക് ഇടുന്നുണ്ട്, ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ ജീവിക്കുന്നത് അത് രക്തസാക്ഷി ആവാനുള്ള വലിയ ആഗ്രഹവുമായിട്ട്. എങ്ങനെയാ ഈ രക്തസാക്ഷി ഇവനൊക്കെ ആവുന്നത്? വലിയ കൂട്ടക്കൊലകൾ നടത്തുക,
മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വലിയ ആക്രമണങ്ങൾ അയച്ചു വിടുക, എന്നിട്ട് രക്തസാക്ഷിയാവാൻ നിൽക്കുക. അതെന്ത് കോമഡിയാ? നമ്മളൊക്കെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? പക്ഷെ ഈ ഹമാസിനെ പിന്തുണക്കുന്നവര്, ഈ ഹമാസികളൊക്കെ രക്തസാക്ഷിയാവാൻ കാത്തിരിക്കുക. അതിന് ആവണമെങ്കിൽ അവര് എന്താ ചെയ്യുക? കൂട്ടക്കൊലകൾ. ഈ കൂട്ടക്കൊല നടത്തിയവനൊക്കെ രക്തസാക്ഷി എന്നൊക്കെ വർണ്ണിച്ചെയ്താൻ ഇവനൊക്കെ യാതൊരു കഥയുമില്ലേ? ഇവനൊക്കെ നമ്മൾക്കിടയിലെ അപകടകാരികളാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകളാണ് നമ്മുടെ കമൻറ്റ് ബോക്സുകൾ, അതായത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഈ ഒരു യഹിയ സിൻവാർ മേധാവി ആയത് മുതൽ വലിയ ആഘോഷമൊക്കെ, ഈ യുദ്ധമൊന്നും അവസാനിക്കണമെന്നൊന്നും ഇവർക്ക് ഈ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആർക്കും തന്നെ യാതൊരു ആഗ്രഹവുമില്ല. ഈ ഒരു വ്യക്തി വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ ആവേശത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ യഹിയ സിൻവാർ പടമാവുന്നതോട് കൂടിയിട്ട് ഈ ആവേശമൊക്കെ നിൽക്കുന്നതും നമുക്കെല്ലാവർക്കും കാണാം. അവരുടെ കൂട്ടക്കരച്ചിലും വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഈ നിരന്തരം കമന്റ് ബോക്സുകളിൽ കാണുന്ന ഫ്രീ പാലസ്തീൻ, ഫ്രീ സ്വാതന്ത്ര്യത്തിന്റെ രാജ്യസ്നേഹികളാണ്, ആ ഒരു തരത്തിൽ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒക്ടോബർ 7 മുമ്പ് വരെ ഗാസയിലേക്ക് പച്ചവെള്ളം, അതായത് കരണ്ട്, പച്ചവെള്ളം, ഭക്ഷണം ഇതൊക്കെ കൊടുക്കുകയും, എന്തിനേറെ പറയുന്നു, ഈ ഗാസയിലെ ആളുകൾക്ക് ഇസ്രായേലിൽ വന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നു. വലിയ സാലറി വാങ്ങി വലിയ സൗകര്യപൂർവമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുന്ന ഗാസക്കാരുണ്ടായിരുന്നു. ഈ ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഈ കൂട്ടക്കൊല നടത്തിയതോട് കൂടിയിട്ടാണ് ഇവിടെ ആക്രമണം തുടങ്ങിയിട്ടുള്ളത്. ഈ ഗാസക്ക് യാതൊരു സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യവും അതേ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് സകലരും മനസ്സിലാക്കി. ഈ ഹമാസിന്റെ ആവശ്യം എന്താ? ഇസ്രായേലിലുള്ള 1 കോടിയോളം ജനത, പ്രത്യേകിച്ച് ജൂതന്മാരായിട്ടുള്ള സകല ഇസ്രായേലികളും ആ ഇസ്രായേൽ ഉപേക്ഷിച്ച് രാജ്യം വിട്ടു പോവണമെന്നുള്ള യുദ്ധത്തിലാ ഹമാസ്. അവരുടെ ലക്ഷ്യം അതാണ്. ഇവിടെ കുറെ ആളുകൾ ഫ്രീ പാലസ്തീൻ, അതൊന്നും അവരെ ആവശ്യമല്ല. കാരണം ഫ്രീ പാലസ്തീൻ്റെ ആവശ്യമില്ലായിരുന്നു ഒക്ടോബർ 7 വരെ. കാരണം സകല സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഗാസക്കാർ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ആവശ്യം ഇസ്രായേലിലെ സകല ജനതയും ആ രാജ്യം ഉപേക്ഷിച്ച് പോവണം. ഇതാണ് ഈ ഹമാസിന്റെ ലക്ഷ്യം. അതൊക്കെ അവരുടെ വീട്ടിലങ്ങ് പോയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് സുബോധമുള്ള സകല ആളുകൾക്കും പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും തന്നെ മാളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള യഹിയ സിൻവാറിന്റെ പഠമാവുന്ന സുന്ദരമായിട്ടുള്ള വാർത്തക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം.